പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ജോലിയോടൊപ്പം പഠനം അങ്ങനെയുള്ള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി പല യൂണിവേഴ്സിറ്റികളും കേരളത്തിലും അവരുടെ ഓഫ് ക്യാമ്പസും ഓൺ ക്യാമ്പസും ഒക്കെ ഉണ്ട്. അതിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി, ഇഗ്നോ യൂണിവേഴ്സിറ്റി തുടങ്ങിയ പല യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലും പല വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. ഇതിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. മുഴുവനായിട്ടും കേൾക്കാൻ ശ്രദ്ധിക്കുക. ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും രണ്ട് തരത്തിലാണ് നമ്മൾ മാർക്കിംഗ് രേഖപ്പെടുത്താറുള്ളത്. ഒന്ന് എഴുത്തു പരീക്ഷ, രണ്ട് അസൈൻമെൻറ്റ്. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ SD ആണെങ്കിൽ എഴുത്തു പരീക്ഷയോടൊപ്പം OMR എന്ന MCQ ആണുള്ളത് 20 മാർക്കിൻ്റെ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ. ഇവിടെ SGOU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, PGയുടെ കാര്യം പറയുകയാണെങ്കിൽ 70 മാർക്ക് എഴുത്തു പരീക്ഷയും 15 മാർക്കിൻ്റെ 2 അസൈൻമെൻ്റ് ആണ് ഒരു സബ്ജക്റ്റിനായിട്ട് അവർ കൊടുക്കുന്നത്. അത് തന്നെ ഒന്ന് ക്രിട്ടിക്കൽ അസൈൻമെൻറ്റും ഉണ്ട്, ദെൻ അനലിറ്റിക് അസൈൻമെൻറ്റും ഉണ്ട്. അങ്ങനെ സെറ്റ് 1 സെറ്റ് 2 എന്ന രീതിയിലാണ് എഴുതി കൊടുക്കേണ്ടത്. പണ്ടൊക്കെ നമ്മൾ എഴുതിയിട്ട് അതാത് സെൻറ്ററുകളിൽ പോയിട്ട് കൊടുക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ ഈ വട്ടം ഓൺലൈൻ സബ്മിഷനായിരുന്നു ഉണ്ടായിരുന്നത്. ലിറ്ററസിയുടെ കാര്യത്തിൽ കേരളം എന്നും മുൻപിലാണെങ്കിലും കമ്പ്യൂട്ടർ ലിറ്ററസിയും തുടങ്ങിയ പല കാര്യങ്ങളിലും കേരളം പിന്നിൽ തന്നെയാണ്. ഓൺലൈൻ സബ്മിഷൻ ചെയ്യുമ്പോൾ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. സാധാരണ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ടാകുന്ന ചില കാരണങ്ങൾ തന്നെയാണ് അതിൽ പ്രമുഖമായ കാര്യം. ഓപ്പൺ ചെയ്യുമ്പോൾ ഹാങ് ആവുക, കറക്റ്റായിട്ട് സബ്മിഷൻ ചെയ്യാൻ പറ്റാതിരിക്കുക, സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാതിരിക്കുക, സെറ്റ് 1ൻ്റെ അസൈൻമെൻറ്റ് തന്നെയാണോ ഞാൻ അയച്ചിരിക്കുന്നത്, സെറ്റ് 2 അങ്ങനെ തന്നെയാണോ, അങ്ങനെ പലതരത്തിലുള്ള ടെക്നിക്കൽ ഗ്ലിച്ചസും അറിവില്ലായ്മയും പലപ്പോഴും പല വിദ്യാർത്ഥികളും ബാധിച്ചിട്ടുണ്ടായിരുന്നു. 21ാം നൂറ്റാണ്ടിന് നമ്മൾ പലപ്പോഴും അറിവിൻ്റെ വിസ്ഫോടനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇൻഫോർമേഷൻ ഓവർലോഡഡ് ആയിട്ടുള്ള ഈ പൊതുസമൂഹത്തിൽ എങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാമെന്ന് ഇപ്പോഴും അറിയില്ല എന്നതിന് തെളിവ് തന്നെയാണ്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള പിന്തുണകൾ കിട്ടിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊരു പൈലറ്റ് സ്റ്റഡിയായി, ട്രയൽ റണ്ണായി കണക്കാക്കാതെ അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യമാണ് ഇനി വായിക്കാൻ പോകുന്നത്. അതാണ് വളരെ പ്രസക്തമായ ഭാഗം. നമുക്ക് വായിച്ചു നോക്കാം. ഒരു കോഴ്സിൻ്റെ സെറ്റ് 1ഉം സെറ്റ് 2ഉം അസൈൻമെൻറ്റുകൾ ഒരേ PDF ഫയലിൽ അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ അക്കാദമിക് കൗൺസിലർമാർ പഠിതാവിൻ്റെ പ്രസ്തുത സെറ്റിൻ്റെ അസൈൻമെൻറ്റ് മാത്രം പ്രത്യേകം മൂല്യനിർണ്ണയം ചെയ്ത് മാർക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. ഉദാഹരണത്തിന്, ഒരു പഠിതാവ് സെറ്റ് 1ഉം 2ഉം ഒരേ PDF ഫയലിലായി അസൈൻമെൻറ്റ് 1ലാണ് സമർപ്പിച്ചതെങ്കിൽ സെറ്റ് 1 മാത്രം പ്രത്യേകം മൂല്യനിർണ്ണയം ചെയ്ത് മാർക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. സെറ്റ് 2 അസൈൻമെൻറ്റ് ഫൈനോട് കൂടി റീസബ്മിഷൻ നടത്തുവാൻ പഠിതാവിന് നിർദ്ദേശം നൽകേണ്ടതാണ്. ശേഷം അവ മൂല്യനിർണ്ണയം നടത്തി മാർക്ക് ഓൺലൈനായി രേഖപ്പെടുത്താവുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ PGക്ക് ആണെങ്കിൽ 70 മാർക്കിൻ്റെ എക്സ്റ്റേണൽ എഴുത്തു പരീക്ഷയും 30 മാർക്കിൻ്റെ അസൈൻമെൻറ്റും. ഒരു പേപ്പറിന് 2 അസൈൻമെൻ്റാണ് ഉള്ളത്. ഒന്ന് ക്രിട്ടിക്കലായിട്ടും ഒന്ന് അനലിറ്റിക്കലായിട്ടും എഴുതേണ്ട 2 അസൈൻമെൻറ്റ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓൺലൈൻ സബ്മിഷനിൽ സെറ്റ് 1 സെറ്റ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പല വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കാര്യം പലർക്കും അറിയില്ല. ചിലർ 2 അസൈൻമെൻറ്റും ഒരു ഫയലിലായിട്ട് PDF ആക്കിയിട്ടാണ് അയച്ചിരിക്കുന്നത്. പല വിദ്യാർത്ഥികളും കഫേയിൽ പോയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും ഇന്നും കേരളം പിന്നിലാണെന്ന് തെളിയിക്കുന്നതാണ് ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങൾ. ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. സെറ്റ് 1ൽ 2 ഫയലും ഉണ്ടെങ്കിൽ, 2 അസൈൻമെൻറ്റിൻ്റെ PDF ഫയൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ സെറ്റ് മാത്രം നോക്കി രണ്ടാമത്തെ സെറ്റ് നിശ്ചിത സമയത്ത് വെക്കാത്തത് കൊണ്ട് ഫൈൻ അടപ്പിച്ച് റീസബ്മിഷൻ നടത്തി ഓൺലൈനായി മാർക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഫൈൻ അടയ്ക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ സെറ്റിൽ 2 അസൈൻമെൻറ്റിൻ്റെയും ഫയലുകൾ ഉള്ളത് കൊണ്ടാണ്. സബ്മിഷൻ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞല്ലോ. ഇനി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. യൂണിവേഴ്സിറ്റിയോട് പറയാനുള്ളത്, ഇത് ആദ്യത്തെ ഓൺലൈൻ സബ്മിഷൻ ഇനീഷ്യേറ്റീവ് ആണ്. ഒരു പൈലറ്റ് സ്റ്റഡിയായിട്ട് ഏറ്റെടുത്ത് ഫസ്റ്റ് ടൈം റീസബ്മിഷൻ ചെയ്യുകയാണെങ്കിലും ഫൈൻ ഇല്ലാതെ വാങ്ങിക്കേണ്ടത് നിങ്ങൾ മാത്രം ഉത്തരവാദിത്തമാണ്. പിന്നെ ഒരു ഫയലിൽ തന്നെ 2 അസൈൻമെൻറ്റും ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമെങ്കിൽ 2ന് മാർക്ക് ഇട്ടുകൂടെ. ഇനി ഓരോ സെറ്റും ഓരോ അധ്യാപകരാണ് നോക്കുന്നതെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്. SGOE തുടങ്ങിയിട്ട് അത്ര കാലം ആയിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ.
ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിബിലിറ്റിയും ട്രാൻസ്പെറൻസിയും സ്മൂത്ത് ഫങ്ഷനിങ്ങും വേണമെങ്കിൽ കുറച്ചധികം വിദ്യാർത്ഥികളുടെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കണമെന്ന് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. പറഞ്ഞ സമയത്ത് ബുക്ക് കൊടുക്കാതിരിക്കുക, ക്ലാസ്സുകളുടെ കാര്യം വളരെ ശോകം തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഗ്രീവൻസ് സെൽ വഴി വിദ്യാർത്ഥികൾ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. അക്കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ട് പോകുന്നു. ഒരു പുതിയ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുമുണ്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുമുണ്ട്. പല കാര്യങ്ങളും പലതും ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് അറിയില്ലെന്ന കാര്യം തന്നെയാണ് ആദ്യം തന്നെ യൂണിവേഴ്സിറ്റിയോട് പറയാനുള്ളത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നിങ്ങൾ ഫൈൻ ഈടാക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യം വളരെ കഷ്ടത്തിലായിരിക്കും. പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിരിക്കുന്നത്, എൻറോൾ ചെയ്തിരിക്കുന്നത്. വർക്കിനോടൊപ്പം പഠനം എന്ന നോൺ ഫോമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കഴിവിൻ്റെ മൂർത്തിഭാവമായ കഴിവേറികളെല്ലാ വിദ്യാർത്ഥികളെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.